സുഭാഷിതം. ദാവീദിനെതിരെ പോരാടിയ ദുഷ്ടന്മാരായ ശത്രുക്കളിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനകളാണ് 140 മുതൽ 143 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവയെ സംരക്ഷണ ഗീതങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന 141 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ അടുക്കലേക്ക് വേഗം വരേണമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദാവീദ് തന്നെ ശോധന ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. തന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കണമെന്ന് ആത്മാർത്ഥമായും അദ്ദേഹം ആഗ്രഹിച്ചു. 2 വാക്യം വായിക്കുന്നത്, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ദൈവത്തോടുള്ള തന്റെ പ്രാർത്ഥനയുടെ പ്രതിനിധാനമായി ദാവീദ് ധൂപവർഗത്തിന്റെ പുകയും മണവും ഉപയോഗിച്ചു. ദൈവജനത്തിന്റെ പ്രാർത്ഥനകൾ ധൂപവർഗം പോലെയാണെന്ന് വെളിപ്പാട് പുസ്തകം 5:8 പറഞ്ഞിരിക്കുന്നു. നിർമ്മലമായ കൈകൾ മലർത്തി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അത് സൗരഭ്യവാസനയായിരിക്കണം. എന്ന് പറഞ്ഞാൽ സമർപ്പണത്തോടും വിശുദ്ധിയോടും കൂടെ വേണം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ എന്നർത്ഥം. ദാവീദിന്റെ സമർപ്പണമാണ് 3-4 വാക്യങ്ങൾ. യഹോവേ, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. Set a guard, O Lord, over my mouth. Keep watch over the door of my lips. Do not incline my heart to any evil thing, to practice wicked works. തന്റെ സ്വന്തം പാപവും ബലഹീനതയും കൈകാര്യം ചെയ്യുവാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്ന ശുദ്ധമായ മനസാക്ഷിയിൽ നിന്നുള്ള പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഓരോ ഭക്തനും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൃദയവും വായും ഒരുപോലെ സൂക്ഷിക്കണം. ഹൃദയം നിറഞ്ഞ കവിയുന്നതിൽ നിന്നല്ലോ വായു സംസാരിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. ഹൃദയവും വായും ഒരുപോലെ നാം സൂക്ഷിക്കേണ്ടതാകുന്നു. നമ്മുടെ ഹൃദയത്തിൽ നന്മയും തിന്മയും വന്നുപെടാറുണ്ട്. പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരുവന് തിന്മകൾ ചെയ്യാതെ, ദുഷ്കർമ്മങ്ങൾ ചെയ്യാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നാവിനെയും നാം സൂക്ഷിക്കേണ്ടതാകുന്നു. 39 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ ദാവീദ് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഹൃദയത്തിന്റെ തീരുമാനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 141 സങ്കീർത്തനത്തിൽ ദാവീദിന്റെ തീരുമാനം ഇതാണ്, ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തുവാൻ ശത്രുവിന് കഴിയുകയില്ല. 9 വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വേണം എന്നെ കാക്കേണമേ എന്ന്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിശ്ചയമായും ദൈവം കേൾക്കും. നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.